ഹലോ മക്കൾസ്, ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ODE ആൻഡ് കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ്. നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് ആപ്ലിക്കേഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ നോട്ട്സ് എന്ന ടെക്സ്റ്റാണ് ബൈ സിമൺസ്. ഓക്കെ, ആൻഡ് ഇതിലാകെ 3 മൊഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ തുടങ്ങിയാലോ? ഒരു വലിയ ആൾ ദി ബെസ്റ്റ് വിഷ് ചെയ്യുന്നു. നന്നായിട്ട് പഠിക്കാനും പഠിച്ചതനുസരിച്ച് നല്ല മാർക്കോട് കൂടി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് power series. An infinite series of the form summation n is equal to 0 to infinity an x raised to n. അതായത് summation n equal to 0 to infinity an x raised to n എന്നതിനെയാണ് പവർ സീരീസ് ഇൻ x എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സിലുള്ള പവർ സീരീസ്. അതായത് നമ്മൾ എന്നിന് 0 കൊടുത്താൽ, ഇവിടെ എന്നിന് 0 കൊടുത്താൽ എന്തായിരിക്കും? എ നോട്ട് എക്സ് റേസ് ടു 0, ദാറ്റ് ഈസ് എന്താണ്? എ നോട്ട് എന്ന് കിട്ടും. ആൻഡ് പ്ലസ് പിന്നെ എന്നിന് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? A1 എക്സ് റേസ് ടു 1 പ്ലസ് ഇങ്ങനെ എക്സെട്ര ഇത്തരത്തിൽ കിട്ടും. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻഫൈനൈറ്റ് സീരീസിനാണ് പവർ സീരീസ് ഇൻ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു n ഈക്വൽ ടു, ഇതിൽ എന്നിന് 0 കൊടുത്താൽ എന്താ കിട്ടും? ഇതിൽ എന്നിന് 0 കൊടുത്താൽ 0 ടു ഇൻഫിനിറ്റി വാല്യൂസ് കൊടുത്താൽ എന്ത് കിട്ടും? എ നോട്ട് പ്ലസ് A1 എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് A2 എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഇതും ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. അതുകൊണ്ട് ഇതിനെ എക്സ് മൈനസ് എക്സ് നോട്ടിലുള്ള പവർ സീരീസ് എന്നാണ് പറയുന്നത്. പവർ സീരീസ് ഇൻ എക്സ് മൈനസ് എക്സ് നോട്ട്. അല്ലെങ്കിൽ എക്സ് നോട്ട് സെൻറ്റർ എക്സ് നോട്ട് ആയിട്ടുള്ള പവർ സീരീസ് ആണ് ഇതെന്നും പറയാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എബൌട്ട് എക്സ് നോട്ട് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് നോട്ടിന് 0 കൊടുത്താൽ നമുക്ക് ഈ സീരീസ് ആയിരിക്കും കിട്ടുക. അതായത് സമ്മേഷൻ n is equal to 0 to infinity an x raised to 0 എന്ന് കിട്ടും. അതായത് ഇവിടെ 0 കൊടുത്താൽ എന്തായിരിക്കും? an ഇൻറ്റു എക്സ് മൈനസ് 0 ഓൾ റേസ് ടു n എന്ന് കിട്ടും. ദാറ്റ് ഈസ് എന്താണ്? ദാറ്റ് ഈസ് an x raised to n എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് പവർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കൺവേർജൻസ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. പവർ സീരീസ് ഒന്നെങ്കിൽ ഈ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ ഈ രൂപത്തിലായിരിക്കും എന്ന്. ഇനി നമ്മൾ ഏതൊരു പവർ സീരീസ് എടുത്തു കഴിഞ്ഞാലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു നമ്പർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ആ നമ്പർ 0 ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പർ ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും അത്. ആ നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി an ഡിവൈഡഡ് ബൈ an പ്ലസ് 1. നമ്മളെ പവർ സീരീസിലെ an, അതായത് ഈ ഒരു പവർ സീരീസ് കിട്ടിയാൽ എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും an എന്ന് പറയുന്നത്. ഓക്കെ, പവർ സീരീസിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? an ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യും? an പ്ലസ് 1നെയും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആൻഡ് an ഡിവൈഡഡ് ബൈ an പ്ലസ് 1 എന്ന വാല്യൂയുടെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു നമ്പറാണ് കിട്ടുക. ആ നമ്പർ ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഓക്കെ, ഇനി ഈ പവർ സീരീസും റേഡിയസ് ഓഫ് കൺവേർജൻസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ദ സീരീസ് കൺവേർജസ് ഇഫ് എക്സ് ലെസ് ദാൻ ആർ. അതായത് ഇവിടെ ജസ്റ്റ് r കിട്ടിയത് 5 ആണെന്ന് അസ്യൂം ചെയ്യാം. 5 ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ മോഡ് എക്സ് റേസ് ടു 5 ആവുന്ന കേസിലൊക്കെ ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ദ സീരീസ് ഡൈവേർജസ് ഇഫ്
mod x ഈസ് ഗ്രേറ്റർ ദാൻ ആർ. അതായത് എന്താണ്, mod x ഗ്രേറ്റർ ദാൻ ആർ ആവുന്ന കേസിലൊക്കെ ഈ പവർ സീരീസ് ഡൈവേർജും ചെയ്യും. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സമ്മേഷൻ n is equal to 0 to infinity n factorial x raised to n. ഇതിൽ വാല്യൂസ് കൊടുത്താൽ ഫസ്റ്റ് നമ്മൾ 1 കൊടുക്കുമ്പോൾ 1 തന്നെ കിട്ടും. ആൻഡ് പ്ലസ് എക്സ് പ്ലസ് 2x² പ്ലസ് 6x ക്യൂബ് പ്ലസ് എക്സെട്ര ഇങ്ങനെ കിട്ടും. സോ ഇനി ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്ത് നോക്കാം. റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് r is equal to ലിമിറ്റ് n turns to infinity an divided by an plus 1 ആണ്, which is equal to ലിമിറ്റ് n turns to infinity. ഇവിടെ an എന്ന് പറയുന്നത് എന്താണ്, an എന്ന് പറയുന്നത് x raised to n-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സീരീസ് എങ്ങനെയായിരുന്നു, an x raised to n സമ്മേഷൻ an x raised to n എന്നാണ്. സോ an എന്ന് പറയുന്നത് ഇവിടെയെല്ലാം an എന്ന് പറയുന്നത് x raised to n-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ x raised to n-ൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും, n ഫാക്ടോറിയൽ എന്നാണ്. ഡിവൈഡഡ് ബൈ an പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താവും, ഇവിടെ പ്ലസ് 1 എന്ന് കൊടുക്കുമ്പം ഇതിൽ പ്ലസ് 1 എന്ന് കൊടുക്കുക, അതായത് n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, എങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്തതെന്ന് ക്ലിയർ ആയല്ലോ. ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യാം, n പ്ലസ് 1 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം, n പ്ലസ് 1 ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പം 3 ഫാക്ടോറിയലിനെ നമുക്ക് 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്നാണ് പറയുന്നത്. സോ 1 ഇൻറ്റു 2നെ നമുക്ക് എന്ത് ചെയ്യാം, 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ദെൻ ഇൻറ്റു 3 എന്നും എഴുതാം. അതേപോലെ നമുക്ക് n പ്ലസ് 1 ഫാക്ടോറിയലിനെ n പ്ലസ് 1 ഇൻറ്റു n ഫാക്ടോറിയൽ എന്നാക്കി ഡിവൈഡ് ചെയ്യാം. ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ മോഡ് ഉണ്ട് കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ n ഫാക്ടോറിയൽ എഴുതിയില്ല, n ഫാക്ടോറിയലും എന്താവും അവിടെ പോവും. ദെൻ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി 1 ബൈ n പ്ലസ് 1. ദെൻ നമുക്കറിയാം മോഡ് n പ്ലസ് 1 കേട്ടോ. നമുക്കറിയാം n ടേൺസ് ടു ഇൻഫിനിറ്റി, അതായത് ഇവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതായത് 1 ബൈ ഒരു വലിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ നമ്മൾ എന്നിന് ഇൻഫിനിറ്റി, അതായത് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി, അതായത് n ഉള്ളിടത്തൊക്കെ ഇൻഫിനിറ്റി കൊടുക്കുക. സോ ഇവിടെ എന്ത് കിട്ടും, 1 ബൈ ഇൻഫിനിറ്റി പ്ലസ് 1 എന്ന് കിട്ടും. സോ ഇൻഫിനിറ്റി എന്നാൽ ഒരു വലിയ സംഖ്യ, അതൊക്കെ ഒന്ന് കൂട്ടിയാൽ എന്തായിരിക്കും, വേറൊരു വലിയ സംഖ്യ ആയിരിക്കും കിട്ടുക. അതായത് 1 ബൈ ഇൻഫിനിറ്റി എന്നാണ് കിട്ടുക. സോ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. ഓക്കെ, സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് വി ഹാവ്, എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അതായത് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്, 0യും ആവും. സോ മോഡ് x ഈസ് ഈക്വൽ ടു 0 ഓർ x ഈസ് ഈക്വൽ ടു 0 ആവുന്ന കേസസിൽ മാത്രമാണ് ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എക്സിന് 0 അല്ലാത്ത ഏത് വാല്യൂ കൊടുത്താലും ഈ സീരീസ് കൺവേർജ് ചെയ്യില്ല. അതായത് കൺവേർജ് എന്ന് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സം ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് നിൽക്കില്ല. അപ്പോൾ 0 കൊടുത്താലോ, 0 കൊടുത്തു നോക്കിയാൽ നമുക്ക് ഈ സീരീസിൽ ഇവിടെ 1 എക്സിന് 0 കൊടുക്കുക. സോ ഇവിടെ 1 ഉണ്ടാവും, എക്സ് 0 പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ 0 ആണ്, 0 സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു എക്സിന് 0 കൊടുക്കുമ്പം 0 ക്യൂബ് എന്ന് വരും. സോ ബാക്കിയുള്ള ടേംസിലൊക്കെ എക്സ് ഉണ്ടായത് കൊണ്ട് തന്നെ അതൊക്കെ 0 ആവും. ദെൻ നമുക്കിവിടെ 1 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഇത് 1ലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, സോ ഈ പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണ്. മാത്രമല്ല ഈ പവർ സീരീസ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ മാത്രം കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സമ്മേഷൻ n is equal to 0 to infinity x raised to n divided by n factorial is equal to 1 plus, ഇതിൽ വാല്യൂസ് കൊടുത്താൽ 1 plus x square divided by 2 factorial plus
എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി an ഡിവൈഡഡ് ബൈ an പ്ലസ് 1 എന്ന ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്നിൻ്റെ ഒപ്പുള്ളത്, ദാറ്റ് ഈസ് 1/n ഫാക്ടോറിയൽ ആയിരിക്കും ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, an എന്ന് പറയുന്നത്. സോ 1/n ഫാക്ടോറിയൽ. ദെൻ എന്നിന് n പ്ലസ് 1 പുട്ട് ചെയ്താൽ അതാണ് an പ്ലസ് 1. സോ 1/an പ്ലസ് 1 ഫാക്ടോറിയൽ ആയിരിക്കും an പ്ലസ് 1 എന്ന് പറയുന്നത് മോഡ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇത് ക്രോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, which is equal to limit n turns to infinity. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, n പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ എന്ന് വരും മോഡ്, വിച്ച് ഇസ് ഈക്വൽ ടു n പ്ലസ് 1നെ നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, n പ്ലസ് 1 ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ ഈ n ഫാക്ടോറിയലും ഈ n ഫാക്ടോറിയലും എന്താവും, ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ വി ഗെറ്റ് എന്ത് കിട്ടും, ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 എന്ന് കിട്ടും മോഡ് n പ്ലസ് 1. ഇറ്റ്സ് ഈക്വൽ ടു എന്നിന് ഇൻഫിനിറ്റി, അതായത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇൻഫിനിറ്റി പ്ലസ് 1 ദാറ്റ് ഈസ് എന്ത് കിട്ടും, ഇൻഫിനിറ്റി എന്ന് കിട്ടും. സോ വി ഗെറ്റ് ആർ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യും. എക്സിന് നമുക്ക് 1ഓ 2ഓ 3ഓ ഏത് വാല്യൂ കൊടുത്താലും ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യും. അതായത് ഇതിൻ്റെ സം എടുത്താൽ ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സമ്മേഷൻ n is equal to 0 to infinity x raised to n is equal to വാല്യൂ കൊടുത്താൽ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പം ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി an ഡിവൈഡഡ് ബൈ an പ്ലസ് 1, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ 1 ഡിവൈഡഡ് ബൈ an പ്ലസ് 1 ആണ്. an പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ടേമിലുള്ള എന്നിന് n പ്ലസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ n ഇല്ലാത്തതുകൊണ്ട് തന്നെ അതുതന്നെ ആയിരിക്കും എന്ത്, an പ്ലസ് 1. സോ നമുക്ക് കിട്ടുക എന്താണ്, ലിമിറ്റ് n ടേൺസ് ടു ഇൻഫിനിറ്റി 1 എന്നാണ് കിട്ടുക. സോ ഇവിടെ എന്നിനാണ് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കേണ്ടത്, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ അതില്ലാത്തതുകൊണ്ട് എന്താവും, വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് തന്നെ കിട്ടും. സോ ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് മോഡ് എക്സ് ഈസ് ലെസ് ദാൻ ആർ ആവുമ്പോഴാണ് കൺവേർട്ട് ചെയ്യുക. ആൻഡ് സോ ആർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 1 ആണ്. സോ മോഡ് എക്സ് ലെസ് ദാൻ 1 ആവുമ്പോൾ ഈ പവർ സീരീസ് കൺവേർട്ട് ചെയ്യും. ആൻഡ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ഈ പവർ സീരീസ് ഡൈവേർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സീരീസ് എപ്പോഴാണ് കൺവേർട്ട് ചെയ്യുക, മോഡ് എക്സിന് 1നേക്കാൾ ചെറിയ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ സീരീസ് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എക്സാമ്പിളിൽ എന്തായിരുന്നു, ഫസ്റ്റ് എക്സാമ്പിളിൽ എക്സ് 0 ആവുന്ന കേസിൽ മാത്രമായിരുന്നു പവർ സീരീസ് കൺവേർട്ട് ചെയ്തിട്ടുള്ളതെന്നും ബാക്കി വാല്യൂസിലൊന്നും അത് കൺവേർട്ട് ചെയ്യുന്നില്ല, അതായത് ഡൈവേർജ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ആ പവർ സീരീസ് കൺവേർട്ട് ചെയ്യും. ആൻഡ് തേർഡ് എക്സാമ്പിളിൽ മോഡ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോൾ പവർ സീരീസ് കൺവേർട്ട് ചെയ്യും. ആൻഡ് മോഡ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അത് ഡൈവേർജ് ചെയ്യും. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് എടുത്തതിൻ്റെ നോട്ട്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പവർ സീരീസിൻ്റെ ഡെഫിനിഷനാണ്. ആൻഡ് റേഡിയസ് ഓഫ് ഒരു പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും ഫൈൻഡ് ചെയ്യാനുള്ള ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി, ഇത് മനസ്സിൽ ഓർത്ത് വെക്കാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ 3 എക്സാമ്പിൾസ്
മൂന്ന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് 3 എക്സാമ്പിൾസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് എക്സാമ്പിളിൽ എക്സിന് 0 ആവുന്ന കേസിൽ മാത്രമായിരുന്നു പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം അത് ഡൈവേർജ് ചെയ്യും. ആൻഡ് രണ്ടാമത്തെ കേസിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി ആയിരുന്നത് കൊണ്ട് തന്നെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ആ പവർ സീരീസ് കൺവേർജ് ചെയ്യും. ആൻഡ് തേർഡ് കേസിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു കിട്ടിയിരുന്നത്? 1 ആയിരുന്നു. സോ മോഡ് എക്സ് ഈസ് ലെസ് ദാൻ 1 ആകുമ്പോഴായിരുന്നു പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ പവർ സീരീസ് ഡൈവേർജും ചെയ്തിരുന്നു. ഓക്കെ, ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയല്ലോ? ആൻഡ് താങ്ക് യു.